Dear friends, welcome to Electron College. So നമ്മുടെ പ്രീവിയസ് സെഷൻസിലെ ഡിസ്കഷൻ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ കുറിച്ചായിരുന്നു. JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്സ് ഡിസ്കഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഈ ഒരു സെഷൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇറ്റ് ഈസ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. നൗ T എന്ന് പറയുമ്പോൾ T ഈസ് ഫോർ ടോഗിൾ. സോ ടോഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് output of this flip flop will change between 1 and 0 continuously. അതായത് ഔട്ട്പുട്ട് ഇനിഷ്യലി 1 ആണെങ്കിൽ now it will go to 0, then it will go to 1, then it will go to 0, then again goes to 1, etc. ഇങ്ങനെ കണ്ടിന്യൂ ആവുന്നു. നമ്മൾ ഇതിനാണല്ലോ ടോഗ്ലിംഗ് എന്ന് പറയുന്നത്. സോ T stands for this toggling. So it has a single control input. Now ഈ T flip flop നോർമലി നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സി ദിസ് ഈസ് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദാ ഇവിടെ J ഇൻപുട്ടിനെയും K ഇൻപുട്ടിനെയും കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ദാറ്റ് ഈസ് ദ T ടെർമിനൽ. അതായത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കൺവെർട്ടഡ് ഇൻ ടു എ T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഔട്ട്പുട്ട്സ് പഴയതുപോലെ തന്നെ Q ആൻഡ് Q കോംപ്ലിമെൻറ്റ്. സോ ഇവിടെ ഒരു സിംഗിൾ ഇൻപുട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ദാറ്റ് ഈസ് T. ആൻഡ് ഇത് T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ലോജിക് സിമ്പിൾ. സോ T ഈസ് ദ ഇൻപുട്ട് ആൻഡ് ഒരു ക്ലോക്ക് ഉണ്ടാവും എഡ്ജ് ട്രിഗേർഡ്. So this indicates the clock is edge triggered. പിന്നെ output Q and Q complement. So now T flip flop ന്റെ truth table നോക്കാം. സോ നമുക്കറിയാം T flip flop നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ആൾറെഡി നമ്മളിത് പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ് ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. Now T flip flop, so ഇവിടെ ഒരു ഇൻപുട്ടേ ഉള്ളൂ, that is T and clock. So when clock is 0, so clock 0 ആവുമ്പോൾ the present state അല്ലേ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ കണ്ടായിരുന്നു. ക്ലോക്ക് 0 ആവുമ്പോൾ JKയിലും അതല്ലേ സംഭവിക്കുന്നത്. ക്ലോക്ക് 0 ആവുമ്പോൾ the present state will be maintained. ക്ലോക്ക് 0 ആകുമ്പോൾ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് വിൽ ബി മെയിൻറ്റെയിൻ, ദാറ്റ് ഈസ് ഇറ്റ് ആക്ട് എസ് എ മെമ്മറി. സോ ഇവിടെയും അത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ബിക്കോസ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് നത്തിങ് ബട്ട് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെയർ J ആൻഡ് K ആർ കണക്റ്റഡ് ടുഗദർ. അപ്പോൾ ഹിയർ ഓൾസോ വെൻ ക്ലോക്ക് ഈസ് 0, ദ നെക്സ്റ്റ് സ്റ്റേറ്റ് വിൽ ബി ഈക്വൽ ടു Qn, ദാറ്റ് ഈസ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. ദെൻ ക്ലോക്ക് ഈസ് 1. ക്ലോക്ക് 1 ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ് വെൻ T ഈസ് 0? സോ T 0 എന്ന് പറയുമ്പോൾ when you say T is equal to 0, it means that J is 0, K is also 0. അല്ലേ? So JK flip flop truth table നോക്കുക. See, when J is 0, K is 0, what happens? Qn, the present state will be maintained. അപ്പോൾ T 0 ആവുമ്പോൾ Qn plus 1 is equal to Qn. That is the present state will be maintained. Then clock equal to 1, T is equal to 1. So T 1 ആണെങ്കിൽ ടിയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് J ഈസ് ഈക്വൽ ടു 1, K ഈസ് ഓൾസോ ഈക്വൽ ടു 1. സോ വെൻ J ഈസ് ഈക്വൽ ടു 1, K ഈസ് ഈക്വൽ ടു 1, ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു Qn കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ്. സോ വെൻ T ഈസ് ഈക്വൽ ടു 1, ദ നെക്സ്റ്റ് സ്റ്റേറ്റ് വിൽ ബി Qn കോംപ്ലിമെൻറ്റ്. സോ ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഈ ട്രൂത്ത് ടേബിളിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ആസ് വെൽ എസ് എക്സൈറ്റേഷൻ ടേബിൾ അതുകൂടെ നമുക്ക് നോക്കാം. സോ T ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. സോ ഇവിടെ നമുക്കറിയാം 2 ഇൻപുട്സ് ആണുള്ളത്, Qn ആൻഡ് T. ആൻഡ് Qn plus 1 ഈസ് ദ ഔട്ട്പുട്ട് ഇൻ ദിസ് ടേബിൾ. സോ 4 കോമ്പിനേഷൻസ് അല്ലേ, 2 ഇൻപുട്സ് ആകുമ്പോൾ 4 കോമ്പിനേഷൻ 0 0 0 1 1 0 1 1. സോ വെൻ Qn ഈസ് ഈക്വൽ ടു 0, T ഈക്വൽ ടു 0. സോ വെൻ T ഈസ് ഈക്വൽ ടു 0, ഇവിടെ നോക്കുക. സോ വെൻ T ഈസ് ഈക്വൽ ടു 0, ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് നത്തിങ് ബട്ട് Qn അല്ലേ, നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു Qn. അപ്പോൾ ഇവിടെ Qn എന്ന് പറയുന്നത് 0 ആണ്. സോ ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതുപോലെ T ഈക്വൽ ടു 1. സോ T ഈക്വൽ ടു 1, നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് Qn കോംപ്ലിമെൻറ്റ് അല്ലേ. സോ വെൻ T ഈക്വൽ ടു 1, ദ നെക്സ്റ്റ് സ്റ്റേറ്റ് വിൽ ബി Qn കോംപ്ലിമെൻറ്റ്. ഇവിടെ Qn 0 ആണ്, സോ അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1. അപ്പോൾ അതുപോലെ അഗെയിൻ T 0 ആവുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു Qn, സോ ഇറ്റ് ഈസ് 1. T 1 ആവുമ്പോൾ ദ നെക്സ്റ്റ് സ്റ്റേറ്റ് വിൽ ബി Qn
കോംപ്ലിമെൻറ്റ്, അതായത് ഇവിടെ 1 കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് 0. സോ ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ജസ്റ്റ് സി ദിസ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ക്യാൻ ഡിറ്റക്ട് ദി ഓഡ് നമ്പർ ഓഫ് വൺസ്. ബിക്കോസ് ഈ ടേബിൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് വരുമ്പോഴാണ് ഔട്ട്പുട്ട് 1 ആവുന്നത് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഈ കോമ്പിനേഷൻ ആസ് വെൽ എസ് ഈ കോമ്പിനേഷൻ, ഇത് രണ്ടിലും ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. സോ ഓഡ് നമ്പർ ഓഫ് വൺസ് വരുമ്പോൾ ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഈക്വൽ ടു 1. സോ ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ഓഡ് നമ്പർ ഓഫ് വൺസ്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുമ്പോൾ ബേസിക്കലി ദിസ് ഈസ് ആൻ എക്സോർ ഓപ്പറേഷൻ. എക്സോർ ഓപ്പറേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ മനസ്സിലാവും, ഇത് എക്സോർ ഓപ്പറേഷൻ തന്നെയാണ്. 0 0 0 0 1 1 1 0 1 ആൻഡ് 1 1 ഈസ് 0. സോ ബേസിക്കലി ദിസ് ഈസ് എൻ എക്സോർ ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം, Qn+1 ഈസ് ഈക്വൽ ടു Qn XOR T. ശരിയല്ലേ? Qn XOR T. ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി എക്സൈറ്റേഷൻ ടേബിൾ നോക്കാം. സോ ഇവിടെ നമ്മുടെ ഇൻപുട്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് Qn-ഉം Qn+1 ആണ്. ഈ ടേബിളിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ ഇറ്റ് ഈസ് T. സോ നൗ വെൻ Qn ഈസ് 0, Qn+1 ഈസ് 0 അല്ലേ. ഈ കോമ്പിനേഷൻ നോക്കുക, Qn ഈസ് 0, Qn+1 ഈസ് ഓൾസോ ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് വാല്യൂ ഓഫ് T? ഇറ്റ് ഈസ് 0. ആൻഡ് Qn 0, Qn+1 1. സോ Qn 0, Qn+1 1. Value of T is 1. Then Qn 1, Qn+1 0. So Qn is 1, Qn+1 is 0, and the value of T is 1. And last combination, Qn 1, Qn+1 is also equal to 1. Qn 1, Qn+1 is also equal to 1. There the value of T is 0. So this is the excitation table for T flip-flop. So next topic is race around condition. So race around condition occurs when J is equal to K is equal to 1 in JK flip-flop. So നമുക്ക് ഈ JK flip-flopൻ്റെ ട്രൂത്ത് ടേബിൾ ഓർമ്മയുണ്ടാവും, നമ്മൾ ഓൾറെഡി പ്രീവിയസ് സെഷൻസിൽ അത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ JK flip-flop ഈ ഒരു കോമ്പിനേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ ക്ലോക്ക് ഈസ് ഈക്വൽ ടു 1, J ഈസ് ഈക്വൽ ടു 1, K ഈസ് ഈക്വൽ ടു 1. സോ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ the next state Qn+1 is equal to Qn complement, അതായത് പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു റേസ് അറൗണ്ട് കണ്ടീഷൻ വരുന്നത്. ഇതെന്താണെന്ന് നോക്കാം. Now so let us assume that the present state, so this is Q and this is Q complement. Now let us assume that the present state of Q is 1 and Q complement is 0, and clock is 1, J is equal to 1, K is also equal to 1. So the outputs എന്താന്ന് നോക്കാം. Now this input is 1 അല്ലേ. ഈ ഫസ്റ്റ് ഇൻപുട്ട് എന്താണ്? ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് Q കോംപ്ലിമെൻറ്റിലോട്ടാണ്. സോ ഈ വാല്യൂ ദിസ് ഈസ് 0 and this value is 1 അല്ലേ. this is connected to clock. സോ അതുപോലെ ഇവിടെ clock is 1, K is 1 and ഈ വാല്യൂ ഈ ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് Qയിലോട്ടാണ്. സോ ദിസ് വാല്യൂ ഈസ് ഓൾസോ ഈക്വൽ ടു 1. Now what is the output? ഇപ്പോൾ NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 1 1. സോ ദിസ് ഔട്ട്പുട്ട് വിൽ ബി 1 and this output 1 1 1. NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആൻഡ് ഇവിടെ 1 0. സോ ഇവിടെ 1 0 for a value of 1 0 the output will be 0 അല്ലേ. this value is this is actually complement version, S complement and K or complement, and so you will get an output of Q to be 0 and Q complement to be equal to 1. So now this is the new value. So ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സി ക്യൂവിൻ്റെ വാല്യൂ 1ൽ നിന്ന് 0യിലോട്ട് ടോഗിളായി, ഇവിടെ 0യിൽ നിന്നും 1ലോട്ട് ടോഗിളായി. Now again ഈ വാല്യൂസ് വീണ്ടും യൂസ് ചെയ്യാം. again J equal to 1, K equal to 1, clock is also equal to 1. So inputs clock 1, is it? Clock is 1 here. ഈ ഇൻപുട്ടും 1 ആണല്ലോ. and see what about this input? This input is Q complement. നമ്മൾ Q complement ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ Q complementൻ്റെ വാല്യൂ 1 ആണ്. so we will take that 1. and what about this value? ഈ ഇൻപുട്ട് എന്താണ്?
this is connected to Q, and the value, present value is 0. So this input will be 0. So എന്താണ് ഇതിൻ്റെ ന്യൂ ഔട്ട്പുട്ട്? NAND gate 1 1 1. So this output will be 0 and 1 1 0. So this output will be 1. And ഇവിടെ 0യും 1ഉം വരുമ്പോൾ the new output Q will be 1 and Q complement will be 0. So now this is the new output. And again ഇതിങ്ങനെ കണ്ടിന്യൂ ആവുകയാണ്. This will continue. So ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട്സ്, നെക്സ്റ്റ് ഔട്ട്പുട്ട് വിൽ ബി 0 and this will be 1. നെക്സ്റ്റ് ഔട്ട്പുട്ട് വിൽ ബി 1 and this will be 0. അതായത് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓരോ ഔട്ട്പുട്ടും പ്രീവിയസ് സ്റ്റേറ്റിൻ്റെ കോംപ്ലിമെൻറ്റഡ് വാല്യൂ ആയിരിക്കും. അതായത് ഇനിഷ്യലി 1 0 ആണെങ്കിൽ then it will go to 0 1, then again to 1 0, then again to 0 1. So this process of changing from 0 to 1 to 1 to 0, then 0 to 1 continuously is called the race around condition. അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ്. ആൻഡ് this process creates a condition called race around condition. Now ഈ ഒരു ടൈമിംഗ് ഡയഗ്രാം ശ്രദ്ധിക്കുക. Now this is the clock. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ, clock is equal to 1, J should be equal to 1 and K should be equal to 1. So നമുക്കത് പ്ലോട്ട് ചെയ്യാം. So clock is shown here. Now J is 1, then K is also equal to 1. So now the output Q n plus 1. So Q n plus 1 പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഇവിടെ ക്ലോക്ക് ലോ ആണ് അല്ലേ, ക്ലോക്ക് ഈസ് 0. സോ ക്ലോക്ക് 0 ആകുമ്പോൾ Q n plus 1, സോ ഇനിഷ്യലി നമുക്കത് 0 ആണെന്ന് അസ്യൂം ചെയ്യാം. നൗ ഈ ഒരു സ്റ്റേറ്റ് നോക്കുക, ക്ലോക്ക് ഈക്വൽ ടു 1, J ഈക്വൽ ടു 1, K ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്, ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ചേഞ്ച് ഓഫ് ദ വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് ഫ്രം 0 to 1, 1 to 0, 0 to 1 എക്സെട്ര. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇതാണ്, ഈ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ വളരെ കണ്ടിന്യൂസ് ആയിട്ട് 0യിൽ നിന്ന് 1ലോട്ട്, വീണ്ടും 0യിലോട്ട്, വീണ്ടും 1ലോട്ട്, വീണ്ടും 0യിലോട്ട്, വീണ്ടും 1ലോട്ട്, വീണ്ടും 0, വീണ്ടും 1, വീണ്ടും 0. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഇത് വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കുകയാണ്. ആൻഡ് അഗെയിൻ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തുവാ, ക്ലോക്ക് 0 ആവുന്നു. ക്ലോക്ക് 0 ആവുമ്പോൾ അഗെയിൻ Q n plus 1, ദിസ് വിൽ ഗോ ടു 0 ബിക്കോസ് അവിടെ അത് ഓപ്പറേറ്റ് ആവത്തില്ല. ആൻഡ് അഗെയിൻ വീണ്ടും ക്ലോക്ക് ഈസ് 1, J ഈസ് 1, K ഈസ് 1. ഇവിടെ വീണ്ടും സംഭവിക്കാൻ പോകുന്ന ഇതാണ്, 0യിൽ നിന്നും 1ലോട്ട് പോകുന്നു, ദെൻ വളരെ പെട്ടെന്ന് 0യിലോട്ട് വരുന്നു, വീണ്ടും 1ലോട്ട്, വീണ്ടും 0യിലോട്ട്, വീണ്ടും 1 0, ആൻഡ് ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ശരിയല്ലേ? എക്സെപ്റ്റ് ദിസ് കണ്ടിന്യൂസ്. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ദിസ് റേസ് അറൗണ്ട് കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത്. നമുക്ക് വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ടോഗ്ലിംഗ് ആണ്. സോ ടോഗ്ലിംഗ് എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് ഫ്രം 0 to 1 ആൻഡ് 1 to 0. ബട്ട് ടോഗ്ലിംഗ് കുറച്ചുകൂടെ കൺട്രോൾഡ് ആണ്. അതായത് ഇത്രയും നമ്പർ ഓഫ് ചേഞ്ചസ് ഉണ്ടാവത്തില്ല. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ക്ലോക്ക് പൾസിൻ്റെ ഈ ഒരു വിഡ്ത്തിൽ തന്നെ, അതായത് ഒരു one half of clock pulse, ആ ഹാഫിൽ തന്നെ too many times it is changing too many number of times അല്ലേ. the output Qn plus 1 is changing too many number of times. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ആ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഒരു കൺട്രോൾഡ് ടോഗ്ലിംഗ് ആണ്. അതായത് ക്ലോക്ക് പൾസിൻ്റെ ഒരു പോസിറ്റീവ് ഹാഫിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം 0യിൽ നിന്നും 1ലോട്ടും, അല്ലെങ്കിൽ 1ൽ നിന്ന് 0യിലോട്ട് ചേഞ്ച് ആകുന്ന രീതിയിലുള്ള ഒരു ടോഗ്ലിംഗ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ രീതിയിൽ കണ്ടിന്യൂസ്ലി ചേഞ്ച് ആകുന്ന രീതിയിലുള്ളൊരു റേസ് അറൗണ്ട് കണ്ടീഷൻ നമുക്ക് ആവശ്യമില്ല. സോ the clock pulse width should be as such so as to allow only one change to complement the state. So ഒരു ക്ലോക്ക് പൾസ് വിഡ്ത്തിൽ നമുക്ക് ജസ്റ്റ് ഒരു ചേഞ്ച് മതിയായിരിക്കും, ഒരു ടോഗ്ലിംഗ്, ജസ്റ്റ് ഒരു കോംപ്ലിമെൻറ്റ് മതിയായിരിക്കും. ആൻഡ് നോട്ട് too long to allow many changes resulting in uncertainty about the final. So we need not allow too many changes in the same clock pulse. So this happens when the clock pulse width is too long compared with the propagation delay of the gates. But normally ഇത് സംഭവിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോക്ക് പൾസിൻ്റെ വിഡ്ത്ത് it is normally when it becomes greater than the propagation delay of the gate.
ആ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് ഇത് നോർമലി സംഭവിക്കുന്നത്. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോർമലി ഒരു ലോജിക്കൽ ഗേറ്റിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ദ ടൈം ബിറ്റ്വീൻ ദി അപ്ലിക്കേഷൻ ഓഫ് ദ ഇൻപുട്ട് ആൻഡ് ദ ജനറേഷൻ ഓഫ് ദി ഔട്ട്പുട്ട്. നമ്മൾ ഇൻപുട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം. ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ജനറേറ്റ് ദി ഔട്ട്പുട്ട് after providing the input. So this time is normally called the propagation delay. അപ്പോൾ ഈ ക്ലോക്ക് പൾസിൻ്റെ width when it is too long than the propagation delay, normally this race around condition occurs. So conditions to overcome this racing. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, see the pulse width should be less than the propagation delay of the gates. Pulse width should be less than the propagation delay of the gates, but it is not very easy to implement this condition. And second method എന്ന് പറയുന്നത്, you can use edge triggered method. edge triggered clocking യൂസ് ചെയ്യുക. edge triggered clocking യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ മിനിമൈസ് ചെയ്യാം. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ. സോ ഈ ഒരു മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. Now this is master slave JK flip flop. JK flip flop യൂസ് ചെയ്തിട്ടുള്ള മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ ആണ്. ഈ ഒരു കോൺഫിഗറേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ രണ്ട് സെറ്റ് ഓഫ് JK ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. Now see, this is the first set, and this is the second set of this JK flip flop. And ഈ ഒരു ഔട്ട്പുട്ട്, see this portion, first output, this can be taken as QM, and this is the final output Q. And ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ മാസ്റ്റർ ആയിട്ടും ഈ സെക്കൻഡ് സെക്ഷൻ സ്ലേവ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മൾ അതിനെയാണ് ഒരു മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദ അപ്ലിക്കേഷൻ ഓഫ് ക്ലോക്ക്. മാസ്റ്ററിലോട്ട് നമ്മൾ ക്ലോക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നു. ബട്ട് സ്ലേവ് ഈ ക്ലോക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. സി, ഈ ക്ലോക്ക് ലൈൻ ഇറ്റ് ഈസ് ഗിവൺ ത്രൂ ആൻ ഇൻവെർട്ടർ. അതായത് ഒറിജിനൽ ക്ലോക്കിനെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് സ്ലേവിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോംപ്ലിമെൻറ്റഡ് ഹിയർ, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു ദ സ്ലേവ്. സോ വെൻ ക്ലോക്ക് ഈസ് ഈക്വൽ ടു 1, ക്ലോക്ക് 1 ആകുമ്പോൾ സി ദിസ് മാസ്റ്റർ വിൽ ബി ഓപ്പറേഷണൽ അല്ലേ. ഇതൊരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണല്ലോ. സോ മാസ്റ്റർ പോർഷൻ ബിക്കംസ് ഓപ്പറേഷണൽ, ബട്ട് സ്ലേവ് ഓപ്പറേഷണൽ ആയിരിക്കില്ല. കാരണം ഇവിടെ ക്ലോക്ക് 1 ആകുമ്പോൾ ഇവിടെ ഇത് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് സ്ലേവിലോട്ട് പോകുന്ന ക്ലോക്കിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ സ്ലേവ് ഓപ്പറേഷണൽ ആയിരിക്കില്ല. അതുപോലെ ക്ലോക്കിൻ്റെ വാല്യൂ 0, നമ്മളിവിടെ 0 പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാസ്റ്റർ പോർഷൻ ഓപ്പറേഷണൽ ആയിരിക്കില്ല. ബട്ട് ആ ക്ലോക്ക് ഇവിടെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 ആയിരിക്കുമല്ലോ. സോ നൗ സ്ലേവ് ബിക്കംസ് ഓപ്പറേഷണൽ. So when clock is equal to high, master is operational, and when clock is equal to low, slave is operational. ഇത് ഓർത്ത് വെക്കുക. അതോടൊപ്പം ഈ ഫീഡ്ബാക്ക്, നമ്മൾ ഈ ഫീഡ്ബാക്ക് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. സി, ഈ മാസ്റ്റർ പോർഷനിൽ ഔട്ട്പുട്ട് നമ്മൾ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സി, ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി ഔട്ട്പുട്ട് ഓഫ് ദ സ്ലേവ് അല്ലേ. സ്ലേവിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നുമാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇൻപുട്ട് എടുത്ത് ഈ ഫസ്റ്റ് ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ബോത്ത് Q ആൻഡ് Q കോംപ്ലിമെൻറ്റ്. സോ ഈ രണ്ട് ചേഞ്ചസ് ആണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, ഒരു മാസ്റ്റർ പോർഷനും ഒരു സ്ലേവ് പോർഷനും യൂസ് ചെയ്യുന്നു. ആൻഡ് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാസ്റ്ററിലോട്ട് ആക്ച്വൽ ക്ലോക്കും സ്ലേവിലോട്ട് മാസ്റ്റർ ആയിരിക്കും ഓപ്പറേഷണൽ, ക്ലോക്ക് ഓപ്പറേഷണൽ, ക്ലോക്ക് ഓപ്പറേഷണൽ, ക്ലോക്ക് ഓപ്പറേഷണൽ, ക്ലോക്ക് ഓപ്പറേഷണൽ, ക്ലോക്ക് ഓപ്പറേഷണൽ, ക്ലോക്ക് സ്ലേവ് ഓപ്പറേഷണൽ ആയിരിക്കില്ല. ആൻഡ് ഫീഡ്ബാക്ക് വി ആർ ടേക്കിംഗ് ഇറ്റ് ഫ്രം ദ സ്ലേവ് സൈഡ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് നമ്മുടെ ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ ഇതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നൗ സോ ദിസ് ഈസ് യുവർ ക്ലോക്ക് ഈസ് ഷോൺ ഹിയർ. ക്ലോക്ക് സിഗ്നൽ ലോയും ഹൈയും ആയിട്ടുള്ള ക്ലോക്ക് സിഗ്നൽ. നൗ ഔട്ട്പുട്ട് QM. സോ QM എന്ന് പറയുമ്പോൾ വി മീൻ ദിസ് ഔട്ട്പുട്ട്, മാസ്റ്ററിൻ്റെ ഔട്ട്പുട്ട്. സോ അതിൻ്റെ വാല്യൂസ് എന്താണെന്ന് നോക്കാം. സോ ഇനിഷ്യലി നമുക്ക് QM 0 ആണെന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് ഇവിടെ ക്ലോക്ക് 0 ആണ്. ക്ലോക്ക് 0 ആകുമ്പോൾ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഇനിഷ്യലി ഇതിൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. നൗ ഇവിടെ ക്ലോക്ക് ഹൈ ആണ്. സോ ക്ലോക്ക് ഹൈ ആകുമ്പോൾ മാസ്റ്റർ ബിക്കംസ് ഓപ്പറേഷണൽ.
അല്ലേ, മാസ്റ്റർ ബിക്കംസ് ഓപ്പറേഷണൽ. അപ്പോൾ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ക്യു എം വിൽ ഗെറ്റ് കോംപ്ലിമെൻറ്റഡ് അല്ലേ, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ j = 1 k = 1 ക്ലോക്ക് = 1 ആണ്. അപ്പോൾ നമുക്കറിയാമല്ലോ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. j = k = 1 ആകുമ്പോൾ ദ ഔട്ട്പുട്ട് വിൽ ബി ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രീവിയസ് വാല്യൂ. അപ്പോൾ ഇനിഷ്യലി ഇത് 0 ആണ്. സോ ഇവിടെ ക്ലോക്ക് 1 ആകുമ്പോൾ ദിസ് QM വിൽ ഗെറ്റ് കോംപ്ലിമെൻറ്റഡ്, മാസ്റ്റർ ഓപ്പറേഷൻ ആവുന്നു, അപ്പോൾ അത് കോംപ്ലിമെൻറ്റ് ആവുന്നു. സോ ഇറ്റ് വിൽ ബി 1. നൗ ക്ലോക്ക് 0 ആകുമ്പോൾ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരിക്കില്ല, ബട്ട് ഔട്ട്പുട്ട് എന്തുമായിരിക്കും? ക്ലോക്ക് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദ എക്സിസ്റ്റിംഗ് വാല്യൂ വിൽ ബി മെയിൻറ്റെയിൻഡ്, മെമ്മറി അല്ലേ, എക്സിസ്റ്റിംഗ് വാല്യൂ വിൽ ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ എക്സിസ്റ്റിംഗ് വാല്യൂ 1 ആണല്ലോ, സോ ദാറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. നൗ എഗെയിൻ ക്ലോക്ക് ഈസ് ഹൈ, ക്ലോക്ക് വീണ്ടും ഹൈ ആവുന്നു, അപ്പോൾ വീണ്ടും മാസ്റ്റർ ഓപ്പറേഷനിലാണ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് വാല്യൂവിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. സോ ഇറ്റ് വിൽ ബി കോംപ്ലിമെൻറ്റഡ് ആൻഡ് QM goes to 0. Now again clock is 0, അപ്പോൾ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരിക്കില്ല, ബട്ട് ഔട്ട്പുട്ട് ആ പ്രീവിയസ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അഗെയിൻ ക്ലോക്ക് ഈസ് ഹൈ, സോ വീണ്ടും മാസ്റ്റർ ഓപ്പറേഷൻ ആവുന്നു, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് വാല്യൂവിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. സോ കോംപ്ലിമെൻ്റ് എടുക്കുന്നു, ദാറ്റ് ഈസ് QM ബിക്കംസ് ഹൈ. ഇവിടെ വീണ്ടും ക്ലോക്ക് 0 ആണ്, അപ്പോൾ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരിക്കില്ല, സോ ഔട്ട്പുട്ട് വിൽ മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് വാല്യൂ. ദെൻ വീണ്ടും ക്ലോക്ക് ഹൈ ആവുന്നു, സോ QM വീണ്ടും 0 പോകുന്നു ആൻഡ് അഗെയിൻ ഹിയർ ക്ലോക്ക് ഈസ് 0, സോ ആ വാല്യൂ ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ വീണ്ടും ക്ലോക്ക് ഹൈ ആവുന്നു, സോ വീണ്ടും QM കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. ഇവിടെ ക്ലോക്ക് 0 ആണ്, സോ ദാറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ് അഗെയിൻ. വീണ്ടും ക്ലോക്ക് ഹൈ ആവുമ്പോൾ ഇത് വീണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, എക്സെട്ര. ദിസ് കണ്ടിന്യൂസ്. സോ ദിസ് ഈസ് ദി ഔട്ട്പുട്ട് QM. നൗ ഇതുപോലെ സീ ദ നെക്സ്റ്റ് ഔട്ട്പുട്ട് ഈസ് Q. സോ നമുക്ക് അതൊന്ന് നോക്കാം. സോ അഗെയിൻ ഇനിഷ്യലി നമുക്ക് Q 0 ആണെന്ന് അസ്യൂം ചെയ്യാം. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. 0. സോ ഇവിടെ ഈ പോർഷൻ ഇവിടെ ക്ലോക്ക് ഹൈ ആണ്. ക്ലോക്ക് ഹൈ ആവുമ്പോൾ സ്ലേവ് ഓപ്പറേഷനിലായിരിക്കില്ല, സോ അഗെയിൻ ആ എക്സിസ്റ്റിംഗ് വാല്യൂ ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ക്ലോക്ക് ലോ ആണ്. ക്ലോക്ക് ലോ ആവുമ്പോൾ സ്ലേവ് ഓപ്പറേഷനിലാവും, അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് എക്സിസ്റ്റിംഗ് വാല്യൂവിൻ്റെ കോംപ്ലിമെൻറ്റ്. സോ ഇപ്പോൾ എക്സിസ്റ്റിംഗ് 0 ആണെങ്കിൽ വി വിൽ ഗെറ്റ് ദിസ് കോംപ്ലിമെൻറ്റ്. യെസ്. ആൻഡ് നൗ ക്ലോക്ക് ഈസ് ഹൈ, സോ ക്ലോക്ക് ഹൈ ആവുമ്പോൾ സ്ലേവ് ഓപ്പറേഷനിലായിരിക്കില്ല, ബട്ട് ദ എക്സിസ്റ്റിംഗ് വാല്യൂ വിൽ ബി മെയിൻറ്റെയിൻഡ്. ദെൻ ക്ലോക്ക് ഇവിടെ 0 ആവുന്നു, അപ്പോൾ വീണ്ടും ഔട്ട്പുട്ട് കോംപ്ലിമെൻറ്റ്, സ്ലേവ് ഓപ്പറേഷനിലാവുമല്ലോ, അപ്പോൾ ഔട്ട്പുട്ട് കോംപ്ലിമെൻ്റ് ആവും. കോംപ്ലിമെൻ്റ് ആയിട്ട് ഇറ്റ് വിൽ റിമെയിൻ അറ്റ് 0. ഇവിടെ വീണ്ടും ക്ലോക്ക് ഹൈ ആണ്, സോ ക്ലോക്ക് ഹൈ ആവുമ്പോൾ സ്ലേവ് ഓപ്പറേഷനിലായിരിക്കില്ല, ബട്ട് ദ വാല്യൂ വിൽ ബി മെയിൻറ്റെയിൻഡ്, ഔട്ട്പുട്ട് വിൽ ബി മെയിൻറ്റെയിൻഡ് ആസ് സച്ച്. ആൻഡ് ഇവിടെ വീണ്ടും ക്ലോക്ക് ലോ ആണ്, അപ്പോൾ വീണ്ടും സ്ലേവ് ഓപ്പറേഷനിലാവുന്നു, സോ സ്ലേവ് വീണ്ടും ഹൈ ആവുന്നു, സോ ദാറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. അഗെയിൻ ക്ലോക്ക് ഹൈ ആവുമ്പോൾ ദാറ്റ് സെയിം വാല്യൂ വിൽ ബി റീറ്റെയിൻഡ്. വീണ്ടും ഇവിടെ ക്ലോക്ക് 0 ആവുന്നു, അപ്പോൾ വീണ്ടും സ്ലേവ് ഓപ്പറേഷനിലാവുന്നു, ഇത് വീണ്ടും കോംപ്ലിമെൻ്റ് ആവുന്നു, ഇറ്റ് റിമെയിൻസ് അറ്റ് 0. വീണ്ടും ക്ലോക്ക് ഹൈ ആണ്, സോ ദാറ്റ് വാല്യൂ വിൽ ബി മെയിൻറ്റെയിൻഡ്. ഇവിടെ ക്ലോക്ക് 0 ആവുന്നു, slave becomes operational, so again it will get complemented and that value will be maintained, etc. So this is the output. So ഈ ഒരു ഔട്ട്പുട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ ഇൻ ദിസ് കണ്ടീഷൻ j = 1 k = 1 ആ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ റേസ് അറൗണ്ട് കണ്ടീഷൻ ഇല്ല, ഇവിടെ ടോഗ്ലിംഗ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതായത് ജസ്റ്റ് ഒരു ക്ലോക്ക് സൈക്കിൾ ശ്രദ്ധിക്കുക, ഈ ഒരു ക്ലോക്ക് പീരീഡ്, ഈ ഒരു ടൈം പീരീഡ് ശ്രദ്ധിക്കുക, ഇവിടെ ജസ്റ്റ് ഒരു കോംപ്ലിമെൻറ്റേ സംഭവിക്കുന്നുള്ളൂ അല്ലേ, 0യിൽ നിന്നും 1 തിരിച്ചോണിൽ നിന്നും 0. സോ ജസ്റ്റ് ഒരു ടോഗ്ലിംഗ് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ, നമുക്ക് ആവശ്യമുള്ള ഒരു ടോഗ്ലിംഗ് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. നമ്മൾ ആൾറെഡി കണ്ടതുപോലുള്ളൊരു കണ്ടിന്യൂസ് ചേഞ്ച് ഓഫ് സീറോസ് ആൻഡ് വൺസ്, അതായത് ടു മെനി ചേഞ്ചസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ഇവിടെ സംഭവിക്കുന്നില്ല. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് വിട്ടിൽ തന്നെ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് 0യും 1ഉം ആയിട്ട് കോംപ്ലിമെൻറ്റഡ് ആവുന്നു. ഇതിനെയാണ് നമ്മൾ റേസിംഗ് എന്ന് ഉദ്ദേശിച്ചത്. അതിവിടെ ഇല്ല, നമ്മളത് ഓവർകം ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ ഔട്ട്പുട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ ഒരു ക്ലോക്ക് പീരീഡിൽ ഒരു പ്രാവശ്യം മാത്രമേ അത് കോംപ്ലിമെൻ്റ് ആവുന്നുള്ളൂ. സോ നോട്ട് ദാറ്റ് ദി ഔട്ട്പുട്ട് ഈസ് നോട്ട് ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി ഹിയർ, അതായത് റേസിംഗ് സംഭവിക്കുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ചേഞ്ചിങ് വൺസ് ഇൻ എ സൈക്കിൾ, ദാറ്റ് ഈസ് ടോഗ്ലിംഗ്. സോ റേസ് അറൗണ്ട് കണ്ടീഷൻ ഈസ് ഓവർകംഡ് ബൈ ദിസ് type of master slave JK flip flop. Now we'll discuss about master slave D flip flop.
സോ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് നമ്മൾ ആൾറെഡി പ്രീവിയസ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തു. ആൻഡ് ട്രൂത്ത് ടേബിൾസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ക്ലോക്ക് 0 ആണെങ്കിൽ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. ക്ലോക്ക് 1 ആകുമ്പോൾ ഡി ഇൻപുട്ടിലെ വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലും ലഭിക്കുന്നത്. അതായത് ജസ്റ്റ് നമ്മുടെ ഡേറ്റ ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് മാസ്റ്റർ സ്ലേവ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കോൺഫിഗറേഷൻ. സോ ഇവിടെ നമ്മൾ 2 ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഡി ഫ്ലോപ്പ് വിൽ ബി ദ മാസ്റ്റർ, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി ദ സ്ലേവ്. ആൻഡ് ഫസ്റ്റ് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ഓഫ് സെക്കൻഡ് സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. പിന്നെ ഈ ക്ലോക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കുക. മാസ്റ്ററിലോട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് സ്ലേവിലോട്ട് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മളിത് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വെൻ ക്ലോക്ക് ഈസ് ഈക്വൽ ടു 1 മാസ്റ്റർ ബിക്കംസ് ഓപ്പറേഷണൽ, വെൻ ക്ലോക്ക് ഈക്വൽ ടു 0 സ്ലേവ് ബിക്കംസ് ഓപ്പറേഷണൽ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിഹേവിയർ നോക്കാം. ഈ മാസ്റ്റർ സ്ലേവ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നോക്കാം. സോ നൗ ദിസ് ഈസ് എ ടൈമിംഗ് ഡയഗ്രാം. അപ്പോൾ ക്ലോക്ക് ഈസ് ഷോൺ ഹിയർ. നമ്മളൊരു ഡി സിഗ്നൽ ഇൻപുട്ട്, നമ്മുടെ ഇൻപുട്ട് ഡി സിഗ്നൽ നമ്മളൊരു റാൻഡം സിഗ്നൽ ഇവിടെ അസ്യൂം ചെയ്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഔട്ട്പുട്ട് നോക്കാം. ഫസ്റ്റ് ഔട്ട്പുട്ട് ലെറ്റ് ഇറ്റ് ബി QM. സോ QM എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് മാസ്റ്റർ. ദിസ് ഈസ് ദ ഔട്ട്പുട്ട് QM. സോ മാസ്റ്റർ ബിക്കംസ് ഓപ്പറേഷണൽ വെൻ ക്ലോക്ക് ഈസ് ഈക്വൽ ടു 1. സോ ഇനിഷ്യലി ക്ലോക്ക് 0 ആണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് വാല്യൂ ആയിരിക്കും ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്കത് 0 ആയിട്ട് തന്നെ എടുക്കാം. സോ ലെറ്റ് ഇറ്റ് ബി 0. നൗ ഇവിടെ സി ക്ലോക്ക് ഈസ് ഹൈ. ക്ലോക്ക് ഹൈ ആകുമ്പോൾ ഡി ഇൻപുട്ടിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത്, അല്ലേ? സോ ഇവിടെ ഡി ലോ ആണ്. സോ QM വിൽ ഓൾസോ ബി ലോ. ആൻഡ് ഇവിടെ വരുമ്പോൾ സി ഇറ്റ് ഈസ് ഗോയിങ് ലോ. ദിസ് ക്ലോക്ക് ഈസ് ഗോയിങ് ലോ. അപ്പോൾ ക്ലോക്ക് ലോ ആകുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡസൻ ബിക്കം ഓപ്പറേഷണൽ ബട്ട് ദ എക്സിസ്റ്റിംഗ് വാല്യൂ വിൽ ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ വീണ്ടും നമ്മൾ ആ എക്സിസ്റ്റിംഗ് വാല്യൂ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഔട്ട്പുട്ട് ഓഫ് മാസ്റ്റർ മെയിൻറ്റെയിൻസ് ദ എക്സിസ്റ്റിംഗ് വാല്യൂ. നൗ ഈ പോർഷൻ ശ്രദ്ധിക്കുക. ഇവിടെ ക്ലോക്ക് ഹൈ ആണ്. സോ ക്ലോക്ക് ഹൈ ആകുമ്പോൾ ഇവിടെ ക്ലോക്ക് ഹൈ ആണ്. സോ ക്ലോക്ക് ഹൈ ആകുമ്പോൾ ഡിയുടെ വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് ലഭിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി 1. സോ യു വിൽ ഗെറ്റ് ദിസ്. ആൻഡ് ഹിയർ സി ക്ലോക്ക് ഈസ് ലോ. ക്ലോക്ക് ലോ ആകുമ്പോൾ ആ എക്സിസ്റ്റിംഗ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നൗ വീണ്ടും ഇവിടെ ക്ലോക്ക് ഹൈ ആവുന്നു. ക്ലോക്ക് ഹൈ ആവുമ്പോൾ ഡിയുടെ വാല്യൂ എന്താണ്? ഡി 0 ആണ്. സോ ദിസ് വിൽ ഗോ ബാക്ക് ടു 0. ആൻഡ് ക്ലോക്ക് ഹൈ ആണ്. ഇവിടെ ഡി വീണ്ടും 1 ആവുകയാണല്ലോ. സോ ഔട്ട്പുട്ട് വിൽ ഓൾസോ ബിക്കം 1. ആൻഡ് ഇവിടെ ക്ലോക്ക് ലോ ആണ്. സോ ആ എക്സിസ്റ്റിംഗ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ഇവിടെ ക്ലോക്ക് ഹൈ ആണ്. സോ ഡിയുടെ വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും ക്യൂവിൻ്റെ വാല്യൂ. ഡി ഹൈ ആണ്. സോ ക്യൂ ഈസ് ഓൾസോ ഹൈ. നൗ ഹിയർ സി ക്ലോക്ക് ഈസ് ലോ but the existing value will be maintained. Here again clock is high. And D is also low. So your output QM, so QM will be low. And ഇവിടെ ക്ലോക്ക് ലോ ആവുന്നു. സോ ദിസ് വാല്യൂ വിൽ ബി മെയിൻറ്റെയിൻഡ് ഹിയർ. ആൻഡ് സി ക്ലോക്ക് ഈസ് ഹൈ. സോ വീണ്ടും ദിസ് വിൽ ഓൾസോ ഗോ ഹൈ ബിക്കോസ് ഡിയുടെ വാല്യൂ ഇവിടെ ഹൈ ആണ്. ആൻഡ് തിരിച്ച് ഡി 0 ആവുന്നു. സോ കംസ് ബാക്ക് ടു 0. ആൻഡ് ഇവിടെ ക്ലോക്ക് ലോ ആവുമ്പോൾ പ്രീവിയസ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിങ്ങനെയായി കണ്ടിന്യൂ ആവുന്നത്. ദിസ് ഈസ് ദി ഔട്ട്പുട്ട് QM. ആൻഡ് നൗ വിൽ പ്ലോട്ട് QS. സോ QS എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ഔട്ട്പുട്ട് ഓഫ് സ്ലേവ്. അപ്പോൾ സ്ലേവ് ഓപ്പറേഷൻ ആവുന്നത് നമ്മുടെ ക്ലോക്ക് 0 ആവുമ്പോഴാണ്. അപ്പോഴേ സ്ലേവ് ഓപ്പറേഷൻ ആവത്തുള്ളൂ. അപ്പോൾ ഇനിഷ്യലി നമുക്കിത് 0 ആണെന്ന് അസ്യൂം ചെയ്യാം. നൗ ഇവിടെ ഹൈ ആവുന്നു. സോ ദ എക്സിസ്റ്റിംഗ് വാല്യൂ വിൽ ബി മെയിൻറ്റെയിൻഡ്. ഇപ്പോൾ സ്ലേവ് ഓപ്പറേഷൻ ആവുന്നില്ല. ആൻഡ് ഹിയർ ലിസൺ ക്ലോക്ക് ഈസ് coming 0. സോ ക്ലോക്ക് 0 ആകുമ്പോൾ സ്ലേവ് ബിക്കംസ് ഓപ്പറേഷണൽ. അപ്പോൾ ഇൻപുട്ടിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുക. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലേവിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സിഗ്നൽ QM, അല്ലേ? QM ആണ് നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സ്ലേവിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് QM ആണ്. സോ ഈ ഒരു പൾസിൻ്റെ ബിഹേവിയർ അനുസരിച്ചായിരിക്കും നമുക്ക് സ്ലേവിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുക. സോ ദിസ്
this low state will be maintained. Now again clock ഇവിടെ ഹൈ ആണ്, ഹൈ ആകുമ്പോൾ വീണ്ടും ആ സെയിം സ്റ്റേറ്റ് തന്നെ ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. And now here clock is becoming low. So clock low ആകുമ്പോൾ now again this will go high. Sorry. So this will go high and this state will be maintained. Is it? ഇതല്ലേ QM. So QM ആയിരിക്കും input. This is the input QM. So this output will be obtained here also. And see ഈ സ്റ്റേറ്റ് വീണ്ടും ശ്രദ്ധിക്കുക. again this clock is high. അപ്പോൾ വീണ്ടും സ്ലേവ് ഓപ്പറേഷൻ അല്ല, അപ്പോൾ ഈ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ക്ലോക്ക് ലോ ആണ്, ക്ലോക്ക് ലോ ആകുമ്പോൾ സ്ലേവ് ഓപ്പറേഷൻ ആവുന്നു. ഈ ഇൻപുട്ട് വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഇൻപുട്ട് ഹൈ ആയതുകൊണ്ട് ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. വീണ്ടും ക്ലോക്ക് ഹൈ ആണ്, ബട്ട് ദ സെയിം വാല്യൂ വിൽ ബി മെയിൻറ്റെയിൻഡ്. ഇവിടെ വീണ്ടും ക്ലോക്ക് ലോ ആണ്, ബട്ട് ദ സെയിം ദിസ് പർട്ടിക്കുലർ വാല്യൂ വിൽ ബി obtained here. So it is again high. And ഈ പോർഷൻ വരുമ്പോൾ ക്ലോക്ക് ഹൈ ആവുന്നു. So again the same value will be maintained here. Slave operational allo. And here again clock is going low. So slave becomes operational and this value QM, the value of QM will be obtained here. QM ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കുന്നത്. And again clock is high, so that same value will be maintained. So this continues. So these are the outputs of QM and QS. And the ഈ ഒരു റീജിയൻസ് ശ്രദ്ധിക്കുക, ഈ ഒരു ട്രാൻസിഷൻസ്, അതായത് പെട്ടെന്നൊരു പൾസ് വിഡ്ത്തിനുള്ളിൽ തന്നെ ഒരു ലോയിലോട്ടും പിന്നെ ഒരു ഹൈയിലോട്ടും മാറുന്ന ആ ഒരു ട്രാൻസിഷൻ. സോ ദീസ് ട്രാൻസിഷൻസ് ആർ നോർമലി കോൾഡ് ഗ്ലിച്ചസ്. ദീസ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻസ് ആർ കോൾഡ് ഗ്ലിച്ചസ്. ബട്ട് ഈ ഒരു സ്ലേവിൻ്റെ ഔട്ട്പുട്ടിൽ അത്തരം ഗ്ലിച്ചസ് ഇല്ല. സോ ദാറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് സ്ലേവ് ഔട്ട്പുട്ട്. നൗ we will try one more output, that is QP, അതായത് the output of positive edge triggered D flip flop. നമ്മുടെ D flip flop പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട്സ് എന്താണെന്ന് നോക്കാം. സോ നമുക്കറിയാം പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറയുമ്പോൾ ദി ഔട്ട്പുട്ട്സ് വിൽ ബി ജനറേറ്റഡ് ഓൺലി അറ്റ് ദ റൈസിംഗ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് സിഗ്നൽ. ഇപ്പോൾ റൈസിംഗ് എഡ്ജ് എന്ന് പറയുന്നത് ഇതാണല്ലോ. സി ദീസ് ആർ ദ റൈസിംഗ് എഡ്ജസ്. ക്ലോക്ക് സിഗ്നലിൻ്റെ റൈസിംഗ് എഡ്ജസ് ആണിത്. സോ ഈ റൈസിംഗ് എഡ്ജസിൽ മാത്രമേ ഇവിടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ ഡി സിഗ്നൽ. അപ്പോൾ സോ ഇനിഷ്യലി ലെറ്റ് ഇറ്റ് ബി 0. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് റൈസിംഗ് എഡ്ജ്. സോ ഈ റൈസിംഗ് എഡ്ജിലായിരിക്കും നൗ ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രിഗർ ആവുന്നത്. ബട്ട് ഡി ഈസ് ലോ, അപ്പോൾ യുവർ ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി ലോ. ആൻഡ് സോ നെക്സ്റ്റ് റൈസിംഗ് എഡ്ജ് വരെ ദിസ് സെയിം സ്റ്റേറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. സോ നെക്സ്റ്റ് റൈസിംഗ് എഡ്ജ് നോക്കുക, അവിടെ ഡി ഹൈ ആണ്. സോ ഔട്ട്പുട്ട് വിൽ ഓൾസോ ഗോ ഹൈ. ആൻഡ് നെക്സ്റ്റ് റൈസിംഗ് എഡ്ജ് വരെ അത് തന്നെ ആയിരിക്കും വാല്യൂ, ശരിയല്ലേ? നെക്സ്റ്റ് റൈസിംഗ് എഡ്ജ് വരെ ദാറ്റ് വിൽ ബി ദ സെയിം വാല്യൂ. സോ ഇവിടെ നെക്സ്റ്റ് റൈസിംഗ് എഡ്ജ് വരുമ്പോൾ സി ദ വാല്യൂ ഓഫ് ഡി ഈസ് ഗോയിങ് ലോ. സോ നൗ ദിസ് വിൽ ഓൾസോ ഗോ ലോ. ഇസ് ഇറ്റ്? ദിസ് വിൽ ഓൾസോ ഗോ ലോ. ആൻഡ് നെക്സ്റ്റ് റൈസിംഗ് എഡ്ജ് ഇവിടെയാണ്. അപ്പോൾ അതുവരെ ആ സെയിം സ്റ്റേറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. This is what happens. And again you got the next rising edge. അവിടെ D വീണ്ടും ഹൈ ആണ്. So this will also go high till the next rising edge. Next rising edge വരുമ്പോൾ D low ആണ്. So it will go low till the next rising edge. So this continues. This is the output QP, and we will see one more output QN, that is the output of negative edge trigger D flip flop. അതായത് നമ്മുടെ D flip flop നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ how it behaves. So the negative edges എന്ന് പറയുമ്പോൾ see these are the falling edges അല്ലേ? ഈ എഡ്ജസിലായിരിക്കും ഔട്ട്പുട്ട് ട്രിഗർ ആവുന്നത്. സോ ഈ റീജിയൻസ് നമുക്ക് വരുന്ന ഔട്ട്പുട്ട്സ് എന്താണെന്ന് നോക്കാം. സോ ഇനിഷ്യലി ലെറ്റ് QN be 0. സോ ദിസ് ഈസ് ദ falling edge, ഫസ്റ്റ് falling edge. അപ്പോൾ ഫസ്റ്റ് falling edgeലായിരിക്കും ആദ്യം ട്രിഗർ സംഭവിക്കുന്നത്. ഇവിടെ you are taking D, yeah. So D, it is actually 0. So this will also be 0. And this will be maintained till the next falling edge. So ഈ ഒരു പൊസിഷൻ വരെ അല്ലേ? നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ് വരെ ആ സെയിം വാല്യൂ തന്നെ ആയിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജിൽ D ഈസ് ഗോയിങ് ഹൈ. സോ ദിസ് വിൽ ഓൾസോ ഗോ ഹൈ ആൻഡ് ദിസ് വിൽ ബി മെയിൻറ്റെയിൻഡ് ടിൽ ദ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ്. ശരിയല്ലേ? ആൻഡ് സോ ഇൻ ദ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ് again
this is the next falling edge, and again D is high here, so that output will also be high, and still the next falling edge, this will be maintained. And ഇവിടെ വീണ്ടും നോക്കുക, ഇവിടെ വീണ്ടും D high ആണ്, so D high ആണെങ്കിൽ output is also high, so it will be maintained till the next falling edge. So in the next falling edge D goes to 0, അപ്പോൾ output will also goes to 0, and this will be maintained, etc. So and ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ ടൈമിംഗ് ഡയഗ്രാമിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സി ദ ഔട്ട്പുട്ട് QS ആൻഡ് ഔട്ട്പുട്ട് QN ഈസ് സെയിം. ഈ രണ്ട് ഔട്ട്പുട്ട്സും സെയിം ആണ്, ശരിയല്ലേ? സ്ലേവിൻ്റെ ഔട്ട്പുട്ടും നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് D ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടും സെയിം ആണ്. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ കൂടെ ഉണ്ട്. ദാറ്റ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് എ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ സി നോട്ട് ബോത്ത് ദി ഔട്ട്പുട്ട്സ് ആർ ദ സെയിം. സോ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ നമ്മൾ കഴിഞ്ഞ 2-3 സെഷൻസിലായിട്ട് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്സ്, പിന്നെ റേസ് അറൗണ്ട് കണ്ടീഷൻ, മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു ഡിസ്കഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. താങ്ക് യു.